ഹലോ സ്റ്റുഡൻസ്, അപ്പൊ നമ്മള് ബോയിന്റ് ഫോഴ്സ് എന്ന ചാപ്റ്ററില് എന്താണ് ബോയിന്റ് ഫോഴ്സ്, അതെങ്ങനെ മെഷർ ചെയ്യും എന്നുള്ള കാര്യം പറഞ്ഞു. അതിനുശേഷം ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബോയിന്റ് ഫോഴ്സ് പറഞ്ഞിട്ടുണ്ട്. ദർ ആർ ടു ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ബോയിന്റ് ഫോഴ്സ്, ദാറ്റ് ആർ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ആൻഡ് വോളിയം ഓഫ് ദ ഒബ്ജക്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് പാർട്ടായിട്ട് വരുന്നതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ഓക്കെ, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കിയാലോ. ഈ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ആർക്കിമിഡീസ് എന്ന് പറയുന്നത് ഒരാളെ പേരാണ്. ഓക്കെ, ഈ പ്രിൻസിപ്പിള് കണ്ടെത്തിയ ആളുടെ പേരാണ് ആർക്കിമിഡീസ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ പ്രിൻസിപ്പിളിലേക്ക് എങ്ങനെ ആർക്കിമിഡീസ് എന്ന ആളെത്തി എന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റില് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റോറിയാണ്, അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഒരു ചെറിയ സ്റ്റോറിയാണ്, നമുക്കത് ആവശ്യമില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് അറിയാൻ ഒന്ന് വായിച്ചു നോക്കും. ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിലേക്ക് പോവാം. അപ്പൊ നമുക്ക് നോക്കാം ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താണ് എന്നുള്ളത്. ഒരു എക്സ്പെരിമെന്റിലൂടെയാണ് നമ്മൾ പറയുന്നത്. എക്സ്പെരിമെന്റ് പറയും, മനസ്സിലായതിനു ശേഷം പ്രിൻസിപ്പിൾ എന്താന്നുള്ളത് പറയും. അപ്പൊ ആ പ്രിൻസിപ്പിൾ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒന്ന് നോക്കാം. ഓക്കെ, എക്സ്പെരിമെന്റ് ഒന്നുകൂടെ അനലൈസ് ചെയ്യാം. ഓക്കെ ആണല്ലോ. സോ നമുക്ക് ആദ്യം ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ടേക്ക് എ സ്റ്റോൺ ആൻഡ് എ ഗ്ലാസ് സ്ലാബ്. ഒരു സ്റ്റോണും ഗ്ലാസിന്റെ സ്ലാബും എടുക്കാനാണ് പറയുന്നത്. ഫൈൻഡ് ദ ബോയിന്റ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദം ഇൻ വാട്ടർ. അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ബോയിന്റ് ഫോഴ്സ് മെഷർ ചെയ്യാനാണ് പറയുന്നത്. ബോയിന്റ് ഫോഴ്സ് മെഷർ ചെയ്യാൻ നമുക്കറിയാമല്ലോ. ദാറ്റ് ഈസ് നമ്മൾ എന്താ നോക്കുന്നത്, വെയിറ്റ് ഇൻ എയർ നോക്കും, വെയിറ്റ് ഇൻ വാട്ടർ നോക്കും, ദെൻ മൈനസ് ചെയ്യും. ലോസ് ഓഫ് വെയിറ്റ് ഈസ് ഈക്വൽ ടു ബോയിന്റ് ഫോഴ്സ്. ഓക്കെ, അപ്പൊ ബോയിന്റ് ഫോഴ്സ് നമ്മൾ മെഷർ ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് പറയുന്നത് ഇമ്മേഴ്സ് ദം വൺ ആഫ്റ്റർ ദ അതർ ഇൻ വാട്ടർ. അതായത് വൺ ആഫ്റ്റർ ദ അതർ ആയി ഒന്ന് ചെയ്തിട്ട് അടുത്തത് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. വൺ ആഫ്റ്റർ ദ അതർ ഇൻ വാട്ടർ ടേക്കൺ ഇൻ ആൻ ഓവർഫ്ലോ ജാർ. അതായത് നമ്മൾ ഈ ഒന്നുമില്ല, അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മളോട് എന്തൊക്കെയാണ് പറഞ്ഞത്, സ്റ്റോണും ഗ്ലാസ് സ്ലാബും ആണ്. ഒന്ന് ഗ്ലാസ് സ്ലാബാണ്, ഒന്ന് സ്റ്റോൺ ആണ്. അത് നമ്മളോട് ബോയൻസി കാണാനാണ് പറഞ്ഞത്. ബോയൻസി കാണാൻ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ എയറിലുള്ള വെയിറ്റ് നോക്കുക, ദെൻ വാട്ടറിൽ വെച്ചപ്പോഴുള്ള വെയിറ്റ് നോക്കുക, വെയിറ്റ് ഡിഫറൻസ് നോക്കിയാൽ നമുക്ക് ബോയിന്റ് ഫോഴ്സ് കിട്ടും. നമ്മളോട് പിന്നെ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, ഇത് നമ്മളോട് ഇമ്മേഴ്സ് ചെയ്യുക, എടുക്കുക. അപ്പൊ നമ്മളോട് ഇവിടെ ഒരു എന്ത് വെക്കാനാണ് പറഞ്ഞത്, ജാർ. എന്ത് ജാറാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഓവർഫ്ലോ ജാർ. ഓവർഫ്ലോ ജാറാണിത്. ഈ ലെവൽ വരെയാണ് നമ്മളെ വാട്ടർ ഉണ്ടാവുക. ഈ സമയത്ത് ഇത് താഴേക്ക് വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതാ ഇവിടെ വരെയാണ് വാട്ടർ ഉണ്ടാവുക, ഇത് താഴേക്ക് വെക്കുമ്പോൾ ഇവിടുന്ന് വെള്ളം ഓവർഫ്ലോ ചെയ്യും. അത് കളക്ട് ചെയ്യാനാണ് ഓവർഫ്ലോ ജാർ. അത് കളക്ട് ചെയ്യാനാണ് ഓവർഫ്ലോ ജാർ എന്ന് പറയുന്നത്. അപ്പൊ ഓവർഫ്ലോ ജാർ വെക്കാനാണ് പറഞ്ഞത്. കളക്ട് ദ വാട്ടർ ഓവർഫ്ലോഡ് ഇൻ എ ബീക്കർ. ഈ ബീക്കറിൽ ഓവർഫ്ലോ ചെയ്ത വാട്ടർ കളക്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓവർഫ്ലോ ചെയ്തിട്ടുള്ള വാട്ടർ കളക്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ആദ്യം സ്റ്റോണിന്റെ വെയിറ്റ് ഇൻ എയർ എന്ന് പറയുന്നത് 2 ന്യൂട്ടൺ ആണ്. ഇതൊരു സപ്പോസ് വെയിറ്റ് ഞാൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ടേബിൾ ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ബോയിന്റ് ഫോഴ്സ് കാണുന്നത് എങ്ങനെയാണ്, വെയിറ്റ് ഓഫ് വാട്ടർ എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു വാല്യൂ തരുന്നതാണ്. ഓക്കെ അല്ലേ. 2 ന്യൂട്ടൺ. ഗ്ലാസ് സ്ലാബിന്റെ വെയിറ്റ് സപ്പോസ് 1 ന്യൂട്ടൺ ആയിട്ട് കാണാം. അപ്പൊ അല്ലെങ്കിൽ വേണ്ട, സ്റ്റോണിന്റെ വെയിറ്റ് 3 ന്യൂട്ടൺ, ഗ്ലാസ് സ്ലാബിൻ്റെത് 2 ന്യൂട്ടൺ. ഇനി ഞാൻ വെയിറ്റ് വാട്ടറിൽ വെച്ച സമയത്ത് സ്റ്റോൺ 2 ന്യൂട്ടൺ ആയി. സ്റ്റോൺ 1.5 ന്യൂട്ടൺ ആയി. 1.5 ന്യൂട്ടൺ ആയി. ഗ്ലാസ് സ്ലാബ് 1 ന്യൂട്ടൺ ആയി. ഓക്കെ, ഇങ്ങനെയാണ് എനിക്ക് റീഡിങ് ചെയ്തപ്പോ കിട്ടിയത് എന്ന് വിചാരിക്കുക. 3 ന്യൂട്ടൺ കിട്ടി എയറില്. ആൻഡ് ഞാൻ ഈ വെയിറ്റ് വാട്ടറിൽ വെച്ചിട്ട് നോക്കിയപ്പോ 1.5 ന്യൂട്ടൺ ആണ് എനിക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ബോയിന്റ് ഫോഴ്സിന് എന്താ ചെയ്യാ, W1 അല്ലേ ഇത്,
W1 minus W2, that is 3 minus 1.5 is equal to എന്താണ്? 1.5 ന്യൂട്ടൺ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ദെൻ ഗ്ലാസ് ലാബില് 2 ന്യൂട്ടൺ ആണ്. എനിക്ക് വാട്ടറിൽ ഗ്ലാസ് ലാബ് വെച്ചപ്പോ 1 ന്യൂട്ടൺ ആണ് കിട്ടിയത്. ആൻഡ് ദാറ്റ് ഈസ് നമുക്ക് 1 ന്യൂട്ടൺ. ഇതൊരു സപ്പോസ് വെയിറ്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാനാവുന്നില്ലേ? അത്രയും നോക്കിയാൽ മതി. ഈ വാല്യൂ വെച്ചിട്ട് ചെയ്യാനാവുന്നില്ലേ? ഇങ്ങനത്തെ ടേബിൾ തരും, ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വാല്യൂസ് തരാം. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നിങ്ങളോട് അതിന്റെ ബോയിൻ ഫോഴ്സ് കാണാൻ പറയും, വാട്ടർ ഡിസ്പ്ലേസ് ചെയ്തത് കാണാൻ പറയും. ഓക്കെ, അപ്പൊ ഞാൻ ഡിസ്പ്ലേസ് ചെയ്ത വാട്ടറും നോക്കി എന്ന് വിചാരിച്ചോ. ഞാൻ നോക്കിയ സമയത്ത് അത് 1.5 ന്യൂട്ടൺ ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ കേസിൽ ഗ്ലാസ് ലാബിന്റെ കേസിൽ ഡിസ്പ്ലേസ് ചെയ്തത് 1 ന്യൂട്ടൺ ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. 1 ന്യൂട്ടൺ ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. 1.5 ന്യൂട്ടണും 1 ന്യൂട്ടൺ ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, 1 ന്യൂട്ടൺ ആണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത് എന്നറിയാം. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത് പ്രകാരം, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് when an object is completely or partially immersed in a fluid, അത് നമ്മളെ ബോയിൻ ഫോഴ്സിന്റെ ഡെഫിനിഷന്റെ തുടക്കം തന്നെയാണ്. when a object is completely or partially immersed in a fluid, അതായത് ഒരു ഒബ്ജക്റ്റ് കംപ്ലീറ്റ്ലിയോ പാർഷ്യലിയോ ഒരു ഫ്ലൂയിഡിൽ ഇമ്മേഴ്സ് ചെയ്യുകയാണെങ്കിൽ ദ ബോയിൻ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഒബ്ജക്ട്, അതായത് അതിനെ ആക്ട് ചെയ്യുന്ന അപ്വേർഡ് ഫോഴ്സ്, ആ ഒബ്ജക്റ്റിന്റെ മുകളിൽ ഫ്ലൂയിഡ് അപ്ലൈ ചെയ്യുന്ന അപ്വേർഡ് ഫോഴ്സ്, ദാറ്റ് ഈസ് ബോയിൻ ഫോഴ്സ്. സോ ദാറ്റ് ബോയിൻ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ഒബ്ജക്ട്. അതായത് ഒരു ഒബ്ജക്റ്റ് നമ്മളെ ഫ്ലൂയിഡിൽ കംപ്ലീറ്റ്ലിയോ പാർഷ്യലിയോ ഇമ്മേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ബോയിൻ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും അവിടെ ഡിസ്പ്ലേസ് ചെയ്തിട്ടുള്ള ഫ്ലൂയിഡിന്റെ എമൗണ്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ബോയിൻ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഒബ്ജക്ട്, ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ്. അതായത് അവിടെ ഡിസ്പ്ലേസ് ആയിട്ടുള്ള ഫ്ലൂയിഡിന്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ദിസ് ഈസ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ഒന്നുമില്ല, ഈ കണ്ടീഷൻ ആലോചിക്കാം. when an object is completely or partially immersed in a fluid, അങ്ങനെയാണെങ്കിൽ the buoyant force, that is the buoyant force acting on the object, acting on the object is equal to the weight of the fluid displaced, the weight of the fluid displaced by the object, by the object. Okay, ഇതാണ് ആർക്കിമിഡീസ്. ഇയാളാണ് നമ്മളെ ആർക്കിമിഡീസ്. ഇദ്ദേഹമാണ് നമ്മളെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ കണ്ടെത്തിയിട്ടുള്ളത്. ആ സ്റ്റോറി ഒന്ന് നിങ്ങൾ വായിക്കണം. നിങ്ങൾക്കൊരു എക്സ്ട്രാ അറിവിന് ഒരു ഫാക്ട് പോലെ വായിച്ചാൽ മതി. അത് ആവശ്യമൊന്നുമില്ല, ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ആയതുകൊണ്ട് നിങ്ങളൊന്ന് വായിക്കണം, വായിക്കാതെ വിടരുത്. ഓക്കെ, ഈ ഡെഫിനിഷൻ പ്രകാരം when an object is partially or completely immersed in a fluid, the buoyant force acting on the object is equal to the weight of fluid displaced by the object. Suppose ഈ കേസിൽ പറയണ്ട, വേറൊരു കേസ് പറഞ്ഞുതരാം. ഇവിടെ ഇപ്പൊ ഒരു ഗ്ലാസ്സിൽ ഫുൾ വെള്ളമുണ്ട്. ഒരു ഗ്ലാസ് ഉണ്ട്, ഒരു ഗ്ലാസ്സിൽ ഫുള്ള് വെള്ളമുണ്ട് എന്ന് വിചാരിക്കും. ഗ്ലാസ്സിൽ ഫുള്ള് വെള്ളമുണ്ട്. ഞാനിപ്പോ ഇതിലേക്ക് ഒരു കല്ലിട്ട് സ്റ്റോൺ ഞാൻ ഇടുകയാണെങ്കിൽ, നമ്മൾ ഫുൾ വെള്ളമുള്ള ഒരു ഗ്ലാസ്സിലേക്ക് സ്റ്റോൺ ഇടുന്ന സമയത്ത് കുറച്ച് വെള്ളം പുറത്തേക്ക് പോകൂലേ?
ഈ പുറത്തേക്ക് പോകുന്ന, അതായത് ഈ കല്ല് കാരണം ഇവിടുന്ന് ഡിസ്പ്ലേസ് ആയ വാട്ടറിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഈ ബോയിന്റ് ഫോഴ്സ്, ഈ കല്ലില് ഉണ്ടാവുന്ന കല്ലിൽ ഫീൽ ചെയ്യുന്ന ബോയിന്റ് ഫോഴ്സിന് ഈക്വൽ ആണ് ഇവിടെ ഡിസ്പ്ലേസ് ചെയ്തിട്ടുള്ള വാട്ടർ, അല്ലെ വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്താണ്? ഈ കല്ലിൽ ഫീൽ ചെയ്തിട്ടുള്ള ബോയിന്റ് ഫോഴ്സിന് ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? അത്രയും കാര്യമാണ് പറയുന്നത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. അപ്പൊ നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്തപ്പോ ഇതാണ് ബോയിന്റ് ഫോഴ്സ്, അതിന് തുല്യമാണ് ഡിസ്പ്ലേസ് ചെയ്ത വാട്ടറിന്റെ അളവ്. അത്രേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താ? വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് കംപ്ലീറ്റ്ലിയോ പാർഷ്യലി ഇമ്മേഴ്സ്ഡ് ഇൻ എ വാട്ടർ. ഈ കേസ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് പാർഷ്യലിയോ കംപ്ലീറ്റ്ലിയോ ഒരു ഫ്ലൂയിഡിൽ ഇമ്മേഴ്സ് ചെയ്യുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? The buoyant force acting on an object is equal to the weight of fluid displaced by the object, that is Archimedes principle. Okay. ഇത്രയാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. then നമുക്ക് ഈ ചാപ്റ്ററിൽ അടുത്തതായിട്ട് പഠിക്കാനുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. നമുക്ക് നോക്കാം. അതും ആദ്യം ഒരു എക്സ്പെരിമെന്റ് ആണ് ചെയ്യുന്നത്, അതിലൂടെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, റിപ്പീറ്റ് ദ എക്സ്പെരിമെന്റ് ടു പ്രൂവ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ബൈ റീപ്ലേസിംഗ് എ സ്റ്റോൺ ആൻഡ് ഗ്ലാസ് സ്ലാബ്. റീപ്ലേസിംഗ് ദ സ്റ്റോൺ ആൻഡ് ഗ്ലാസ് സ്ലാബ് ആണ്. സ്റ്റോണിനെ റീപ്ലേസ് ചെയ്തിട്ട് സ്റ്റോണിനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? സ്റ്റോൺ ആൻഡ് ഗ്ലാസ് സ്ലാബിനെ റീപ്ലേസ് ചെയ്തിട്ട് വുഡൻ ബ്ലോക്ക് അല്ലെങ്കിൽ വുഡൻ ബ്ലോക്കും വാക്സ് ബ്ലോക്കും ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സെയിം എക്സ്പെരിമെന്റ് ആണ് ചെയ്യുന്നത്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിളുള്ള സെയിം എക്സ്പെരിമെന്റ് ആണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചാല് നമ്മളെ സ്റ്റോണിനെ റീപ്ലേസ് ചെയ്തിട്ട് വുഡൻ ബ്ലോക്കും ദെൻ നമ്മുടെ ഗ്ലാസ് സ്ലാബിനെ റീപ്ലേസ് ചെയ്തിട്ട് വാക്സ് ബ്ലോക്കും ആക്കി. ഓക്കെ, ഇനി നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല് വെയിറ്റ് ഇൻ എയർ കാണാനാണ്. വുഡൻ ബ്ലോക്കിൻ്റെത് ഒരു 5 ന്യൂട്ടൺ ആണ്. വാക്സ് ബ്ലോക്കിൻ്റെത് 3 ന്യൂട്ടൺ ആണ്. ദെൻ വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് വെയിറ്റ് ഇൻ വാട്ടർ ആണ്. W2 എന്ന് പറയുന്നത് 3 ന്യൂട്ടൺ ആണ്. സപ്പോസ് 2 ന്യൂട്ടൺ ആണ് എന്ന് വിചാരിച്ചോ. വാക്സ് ബ്ലോക്കിന്റെ ഈ വാല്യൂ അല്ലേ, ഇത് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യലാൻ മനസ്സിലാവാൻ വേണ്ടി ചെയ്യാണ്. ഏകദേശം ഈ ഒരു രീതിയിലാണ് വരിക. ഇങ്ങനെ 2 വാല്യൂ തന്നാൽ നിങ്ങൾ എങ്ങനെ ചെയ്യും, എങ്ങനെയാണ് അത് കാണേണ്ടത്, എങ്ങനെയാണ് ബോയിന്റ് ഫോഴ്സ് കാണേണ്ടത്, അപ്പൊ വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ബോയിന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് വുഡൻ ബ്ലോക്കിന്റെ കേസിൽ ഒരു 5 - 3 അല്ലേ വരിക. 5 - 3 എന്ന് പറഞ്ഞാൽ 2 ന്യൂട്ടൺ. ദെൻ 3 - 2 എന്ന് പറയുന്നത് 1 ന്യൂട്ടൺ. നമുക്ക് ഒന്ന് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ നോക്കിയിട്ട് വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് നോക്കാം. ഓക്കെ, പറഞ്ഞിട്ട് നമുക്ക് വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എങ്ങനെയായിരിക്കും വരിക എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. when an object float on a fluid, the weight of the object and the weight of the fluid displaced are equal. അതായത് ഒരു ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്യാണെന്ന് വിചാരിച്ചു. when an object float on fluid, ഒരു ഫ്ലൂയിഡില് ഒരു ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ പറയുന്നത് the weight of the object and weight of the fluid displaced are equal എന്നാണ്. ഇത് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ ആണ്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഇതും തമ്മിൽ മിക്സ് ആയി പോകരുത്. രണ്ടും രണ്ടാണ്, മാറിപ്പോകരുത്. ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് രണ്ടിലും. അപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഒരു ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ വെയിറ്റിന് തുല്യമായിരിക്കും എന്ത് അവിടെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റ് കാരണം ഡിസ്പ്ലേസ് ആയിട്ടുള്ള വാട്ടറിന്റെ എമൗണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ,
ദെൻ അടുത്ത കേസിൽ പറയുന്നത് ദ ബോയിന്റ് ഫോഴ്സ് experienced by an object immersed in a liquid is less than the weight of the object. അവിടെ എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ഫ്ലോട്ടേഷൻ തിയറിയിൽ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷനിൽ പറയുന്നത് എന്താന്ന് വെച്ചാല് ഒരു ഒബ്ജക്റ്റ് വാട്ടറിൽ ഇമ്മേഴ്സ് ആവുകയാണെങ്കിൽ, ഒരു ഒബ്ജക്റ്റ് ഇമ്മേഴ്സ് ആയിട്ട് ലിക്വിഡിൽ നിൽക്കുകയാണെങ്കിൽ എന്താ അതിന്റെ ലോസ് ഓഫ് വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ലെസ് ദാൻ ആയിരിക്കും. ഇമ്മേഴ്സ്ഡ് in a liquid is less than buoyant force, that is the buoyant force experienced by an object in a liquid is less than the weight of object. അവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഒരു ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഡിസ്പ്ലേസ് ചെയ്ത വാട്ടറിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ആ ഫ്ലോട്ട് ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ വെയിറ്റിന് തുല്യമായിരിക്കും. ക്ലിയർ ആയോ? അതേ സ്ഥാനത്ത് ഒരു ഒബ്ജക്റ്റ് ഇമ്മേഴ്സ് ആയിട്ട് നിൽക്കുകയാണെന്ന് വിചാരിച്ചോ, ഒരു ലിക്വിഡിലിട്ട് ഇമ്മേഴ്സ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ് ചെയ്ത വാട്ടറിനേക്കാളും കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, കുറവായിരിക്കും. ഇത് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ ആണ്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അല്ല. ഇത് രണ്ടും രണ്ടാണ്, മാറിപ്പോവരുത്. ഓക്കെ, ഇവിടെ എഴുതി തരാം. ഇവിടെ എന്താണെന്ന് വെച്ചാല് എന്താ, weight of the object, weight of the object weight of the object is equal to fluid displaced ഈക്വൽ ആണ്, രണ്ടും ഈക്വൽ ആണ്. അടുത്ത കേസിൽ എന്ന് പറഞ്ഞാല് ബോയിന്റ് ഫോഴ്സ് ഇമ്മേഴ്സ്ഡിന്റെ കേസിൽ ബോയിന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ലെസ് ദാൻ എന്തായിരിക്കും അതിന്റെ വെയിറ്റ് ഓഫ് ദ ഒബ്ജക്ട്. ബട്ട് ബോയിന്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഫ്ലോട്ടിംഗ് ഒബ്ജക്റ്റിൽ എന്താണ്, ഫ്ലോട്ടിംഗ് ഒബ്ജക്റ്റിൽ ഈക്വലാ, ഇമ്മേഴ്സ്. ഫ്ലോട്ടിങ്ങിൽ എങ്ങനെയാണ്, ഫ്ലോട്ടിങ്ങിൽ ബോയിന്റ് ഫോഴ്സ് ഈക്വൽ ടു എന്താണ്, ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ഒബ്ജക്ട്, weight of the object. ക്ലിയർ ആയോ? ഒരു ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് അവിടെ ഡിസ്പ്ലേസ് ചെയ്യുന്ന വാട്ടറിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് അതിന്റെ വെയിറ്റിന് തുല്യമാണ്. അതായത് ബോയിന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന്റെ വെയിറ്റിന് തുല്യമാണ്. അതേ സ്ഥാനത്ത് നമ്മൾ ഒബ്ജക്റ്റ് ഇമ്മേഴ്സ് ചെയ്യുകയാണെങ്കിൽ ബോയിന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ വെയിറ്റ് ഓഫ് ദ ഒബ്ജക്ട്. ലെസ് ദാൻ ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നല്ല, ലെസ് ദാൻ വെയിറ്റ്. ഓക്കെ, അതായത് ബോയിന്റ് ഫോഴ്സ് ഇമ്മേഴ്സ് ആവുന്ന കേസിൽ ബോയിന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ വെയിറ്റ് ഓഫ് ദ ഒബ്ജക്ട്, ആൻഡ് ഫ്ലോട്ട് ചെയ്യുന്ന കേസിൽ ബോയിന്റ് ഫോഴ്സ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ഒബ്ജക്ട്. ഇവിടെ എന്താണ്, വാക്സ് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താ, ഫ്ലോട്ട് ചെയ്യാണ്. സോ ബോയിന്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ഒബ്ജക്ട്, ദാറ്റ് ഈസ് 1 ന്യൂട്ടൺ. പക്ഷേ നമ്മൾ പറഞ്ഞ വുഡൻ ബ്ലോക്ക് ഇമ്മേഴ്സ് ആവുകയാണ് ചെയ്യുന്നത്. ഇമ്മേഴ്സ് ആവുന്ന കേസിലെ ബോയിന്റ് ഫോഴ്സ് ഈസ് ലെസ് ദാൻ എന്താണ്, വെയിറ്റ് ഓഫ് ദ ഒബ്ജക്ട്. അപ്പൊ വെയിറ്റ് ഈസ് ഈക്വൽ ടു 3 ന്യൂട്ടൺ എഴുതാം. ക്ലിയർ ആയോ? അത്രയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു കാര്യം ഈ ടേബിൾ നോക്കിയാൽ മതി. ഇതാണ് ഇതിന്റെ ഷോർട്ട്. ഈ കൺസെപ്റ്റിന്റെ ഷോർട്ട് ആയിട്ട് ടേബിളിൽ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ അതാണിത്. ഇതാണ് ഈ ടേബിളിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സെന്റൻസ് ഒന്ന് ഷോർട്ട് ആയിട്ട് എഴുതിയെന്നേ ഉള്ളൂ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഴുതിയതാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഫ്ലോട്ടേഷൻ തിയറി അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേസ് ചെയ്യുന്ന വാട്ടർ എന്ന് പറയുന്നത് അതിന്റെ വെയിറ്റിന് തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
ഓക്കെ, അവിടെ പറയുന്നത് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ പോയിന്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു എന്താണ്? വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്, അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആയിരിക്കും എന്ന് നമുക്ക് പറയാം. ദെൻ നമ്മൾ അടുത്ത കേസിൽ പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ഇമ്മേഴ്സ് ആവുകയാണെങ്കിൽ അവിടെ ബോയിന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ എന്താണ്? വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റിന്റെ വെയിറ്റിനേക്കാളും കുറവാണ് എന്ത് വരിക? ബോയിന്റ് ഫോഴ്സ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. ഇനി അത് വെച്ചിട്ട് നമുക്ക് അടുത്ത കുറച്ചൊരു എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. ഒരു എക്സ്പെരിമെന്റ് ആണ് സംഭവം, അതൊന്ന് നോക്കാം. ഓക്കെ, സോ നമുക്ക് നോക്കാം. മേക്ക് എ ബോട്ട് വിത്ത് എ പീസ് ഓഫ് അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഒരു ബോട്ട് ഉണ്ടാക്കി. ഓഫ് അപ്രോക്സിമേറ്റ് ലെങ്ത് 15 സെന്റിമീറ്റർ ആണ് ലെങ്ത് ആൻഡ് 10 സെന്റിമീറ്റർ ബ്രെഡ്ത്ത് 10 സെന്റിമീറ്റർ ആണ്. പ്ലേസ് ഇറ്റ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ നമ്മൾ പ്ലേസ് ചെയ്തു. അലൂമിനിയം ഫോയിൽ കൊണ്ട് ഒരു ഇത് ഉണ്ടാക്കിയതാണ്, നമ്മള് ബോട്ട് ഉണ്ടാക്കിയതാണ്. ഇനി നോക്കാം. പ്ലേസ് എ സ്ലോട്ടഡ് വെയിറ്റ് ഓഫ് 10 gram ഇൻസൈഡ് ദ ബോട്ട് വിൽ നോട്ട് സിങ്ക്. ഈ ഒരു ബോട്ടിലേക്ക് നമ്മളോട് പറയുന്നത് ബോട്ടിലേക്ക് 100 gram വെയിറ്റ് ഇടാനാണ് പറയുന്നത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ ബോട്ട് എന്താവില്ല എന്നാ പറയുന്നത്? സിങ്ക് ആവില്ല എന്നാണ് അവിടെ പറയുന്നത്. അതായത് പ്ലേസ് സ്ലോട്ടഡ് വെയിറ്റ് ഓഫ് 100 gram ഇൻസൈഡ് ദ ബോട്ട് the boat will not sink. 100 gram ഇട്ടാലും ബോട്ട് സിങ്ക് ആവില്ല. ഓക്കെ, നെക്സ്റ്റ് ആണ് റോൾ ദ സെയിം അലൂമിനിയം ഫോയിൽ ഫേംലി. ഇതിനെ നമ്മളോട് റോൾ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ട്രൈ ടു പ്ലേസ് ഇറ്റ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ. എന്നിട്ട് നമ്മളോട് സർഫസ് ഓഫ് ദ വാട്ടറിൽ പ്ലേസ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, സർഫസ് ഓഫ് വാട്ടറിൽ പ്ലേസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മളെ അലൂമിനിയം ഫോയില് നമ്മളിങ്ങനെ ചുരുട്ട് ബോൾ പോലെ റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഫ്ലോട്ട് ആവില്ല. അതിന് കാരണം എന്തായിരിക്കും നമുക്ക് നോക്കാം. When aluminum foil is in the shape of boat, it displaces water equivalent to its weight. അതെന്താണ്? അതിന്റെ വെയിറ്റിനനുസരിച്ചുള്ള വാട്ടറിന് എന്താക്കും? ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. ഒരു ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്യണമെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള വാട്ടറിന് അത് ഡിസ്പ്ലേസ് ചെയ്യും എന്നുള്ളത്. The slotted weight is placed in the boat. Slotted weight place ചെയ്തപ്പം it displaces more water. അതെന്താക്കും? more water displace ചെയ്യും. ആ വെയിറ്റിനനുസരിച്ചുള്ള 100 gram ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ കൂടെ അത് ഡിസ്പ്ലേസ് ചെയ്യും, പുറത്തേക്ക് കളയും. ഓക്കെ, then next, the weight of the displaced water is equal to the weight of the boat. അപ്പൊ ഡിസ്പ്ലേസ് ചെയ്തിട്ടുള്ള വാട്ടറിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ദ ബോട്ടും ആ സ്ലോട്ടഡ് വെയിറ്റിന്റെയും കൂടെയാണ് എന്നാണ് പറയുന്നത്. സോ ബോയിന്റ് ഫോഴ്സ് ആൻഡ് ദ സ്ലോട്ടഡ് വെയിറ്റ് ടുഗദർ. അതായത് പറയുന്നത് എന്താന്ന് വെച്ചാല് വെയിറ്റ് ഓഫ് ദ ബോട്ടും സ്ലോട്ടഡ് വെയിറ്റും ടുഗദർ ആയിട്ട് അത് രണ്ടും കൂടെ കൂടിയിട്ടുള്ള അത്രയും എമൗണ്ട് ഓഫ് വാട്ടർ എന്താക്കും? എമൗണ്ട് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഇല്ല കേട്ടോ. വെയിറ്റ് ഓഫ് ദ ബോട്ട് കഴിഞ്ഞ ഇവിടുന്നാണ് വരുന്നത്. വെയിറ്റ് ഓഫ് ദ ബോട്ട് ആൻഡ് ദ സ്ലോട്ടഡ് വെയിറ്റ് ടുഗദർ ഉള്ള സ്ലോട്ടഡ് വെയിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ അത് ഡിസ്പ്ലേസ് ചെയ്യും എന്നാണ് പറയുന്നത്. Then the volume of the water displaced by a boat-shaped aluminum foil is greater than that of displaced by rolled aluminum foil. മനസ്സിലായോ? നമ്മൾ എന്താ ചെയ്തത്? ബോട്ടിന്റെ ഷേപ്പില് അലൂമിനിയം ഫോയിലിനെ ആക്കിയിട്ട് നമ്മൾ ഇതിൽ വെച്ചു, ഈ വാട്ടറിന്റെ സർഫസിൽ വെച്ചപ്പോ അതെന്താവും? ഫ്ലോട്ട് ആയിട്ട് നിൽക്കും. കാരണം അത് അത്രയും എമൗണ്ട്, അതിന്റെ വെയിറ്റിന്റെ കറസ്പോണ്ടിങ് എമൗണ്ട് എന്താക്കുന്നുണ്ട്? ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതേ അലൂമിനിയം ഫോയിൽ, സെയിം അലൂമിനിയം ഫോയിൽ നമ്മൾ എന്താക്കുക? റോൾ ചെയ്തിട്ടിടുക. പക്ഷെ അലൂമിനിയം ഫോയിലിന്റെ എന്താണ് വെയിറ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. നമ്മൾ ബോട്ട് ഉണ്ടാക്കിയും റോൾ ചെയ്യുമ്പോൾ അതിന്റെ വെയിറ്റ് സെയിം തന്നെയല്ലേ? അതേ സാധനം നമ്മൾ ഇങ്ങനെ ഇടുന്ന സമയത്ത് എന്താണ് അത് ഡിസ്പ്ലേസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ് ചെയ്യുന്ന വാട്ടറിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് കുറവാണ്. ദാറ്റ് ഈസ് ദ ബോട്ട് ഷേപ്ഡ് അലൂമിനിയം ഫോയിൽ
ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഡിസ്പ്ലേസ്ഡ് ബൈ റോൾഡ് അലൂമിനിയം ഫോയിൽ. ഒരു റോൾഡ് അലൂമിനിയം ഫോയിൽ ഡിസ്പ്ലേസ് ചെയ്യുന്നതിനേക്കാളും വാട്ടറിനെ എന്തിനു ഡിസ്പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? ബോട്ട് ഷേപ്പ്ഡ് അലൂമിനിയം ഫോയിലിന്. അതുകൊണ്ടാണ് അത് സിങ്ക് ആവാതെ നിൽക്കുന്നത്. ക്ലിയർ ആയോ? ആ എക്സ്പെരിമെന്റ് നമ്മളെ ഫ്ലോട്ടേഷൻ വെച്ചിട്ട് പറയുന്നു എന്നേ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രോബ്ലം ആണ്. എ ബോട്ട് ഓൺ എ ലേക്ക് ഡിസ്പ്ലേസസ് ന്യൂട്ടൺ ആണ് വരിക. ഡിസ്പ്ലേസസ് 6000 ന്യൂട്ടൺ ഓഫ് വാട്ടർ. കാൽക്കുലേറ്റ് ദ ബോയിന്റ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ഫോഴ്സ്. 6000 ന്യൂട്ടൺ വാട്ടറിനെയാണ് ഡിസ്പ്ലേസ് ചെയ്തിട്ടുള്ളതെങ്കിൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ബോയിന്റ് ഫോഴ്സ് കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ബോയിന്റ് ഫോഴ്സ് എന്താണ്? ഡിസ്പ്ലേസ് ചെയ്തിട്ടുള്ള വാട്ടറിന് ഈക്വൽ ആയിരിക്കില്ലേ നമ്മളെ ബോയിന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ബോട്ട് ഓൺ എ ലേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ബോട്ട് ലേക്കിൽ എപ്പോഴും എന്താ? ഫ്ലോട്ട് ചെയ്തിട്ടല്ലേ നിൽക്കുക. അങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ വെയിറ്റിന് തുല്യമായിരിക്കും വാട്ടർ ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അതാണ് എന്ത് എന്ന് നമ്മൾ പറയാ? ബോയിന്റ് ഫോഴ്സോ. പ്രോബ്ലം ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് സെയിം വാല്യൂ എഴുതുക. 6000 ന്യൂട്ടൺ ആണ് ബോയിന്റ് ഫോഴ്സ്. അടുത്തത്, ഇഫ് ആൻ ഒബ്ജക്ട് ഓഫ് വെയിറ്റ് 0.45 kiloweight in air and 0.31 kiloweight when fully immersed in a water, find the following. Loss of weight ആണ്. Loss of weight 0.45 minus 0.31 that is equal to എത്രയാ? 0.31 എന്ന് പറയുമ്പോൾ 41 0.14. ഓക്കെ അല്ലേ? അപ്പൊ അതാണ് ലോസ് ഓഫ് വെയിറ്റ്. ദ ബോയിന്റ് ഫോഴ്സ് എന്താ? W1 മൈനസ് W2 അല്ലേ? അപ്പൊ എന്താ? 0.14 ന്യൂട്ടൺ. The weight of water displaced. Weight of water displaced എന്തെന്നാ? ബോയിന്റ് ഫോഴ്സിന് തുല്യം തന്നെയായിരിക്കും, 0.14 ന്യൂട്ടൺ. ഒക്കെ സെയിം തന്നെയാണ് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാല് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ആണ്. അപ്പൊ നമ്മൾക്ക് അടുത്തൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് റിലേറ്റീവ് ഡെൻസിറ്റിയാണ്. ഡെൻസിറ്റി എന്താന്ന് നിങ്ങൾക്കറിയാം, നമ്മൾ കുറച്ച് ലിക്വിഡിന്റെ ഡെൻസിറ്റി പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പൊ റിലേറ്റീവ് ഡെൻസിറ്റി എന്താന്ന് പറയുന്നതിന് മുന്നേ ആദ്യം ഇവിടെ നമ്മളൊരു ടേബിൾ പറഞ്ഞിട്ടുണ്ട്. ഈ ടേബിളിനെ ബേസ് ചെയ്തിട്ടാണ് ആദ്യം ഒരു കാര്യം ചെയ്യാനുള്ളത്. ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. ബേസ്ഡ് ഓൺ ദ ഡാറ്റ ഗിവൺ. ഈ ഡാറ്റ പ്രകാരം ഓക്കെ, ക്ലാസിഫൈ കെറോസിൻ, കോക്കനട്ട് ഓയിൽ, ഗ്ലിസറിൻ ആൻഡ് സാച്ചുറേറ്റഡ് സോൾട്ട് by comparing with the density of water and complete the table. വാട്ടറിന്റെ ഡെൻസിറ്റി ആയിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് ടേബിൾ എന്ന് പറയുന്നത് ഡെൻസർ ദെൻ വാട്ടർ എന്നാണ് തന്നിട്ടുള്ളത്. അടുത്ത ടേബിളില് ലെസ് ഡെൻസർ ദെൻ വാട്ടർ. ഒന്നില് വാട്ടറിനേക്കാളും ഡെൻസർ ആയിട്ടുള്ളതും ഒന്നിൽ ലെസ് ഡെൻസർ ദാൻ വാട്ടർ എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ആദ്യം അറിയണം വാട്ടറിന്റെ ഡെൻസിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വാട്ടറിന്റെ ഡെൻസിറ്റി 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് വരുന്നത്. അപ്പൊ നമ്മളോട് പറഞ്ഞത് ഇതില് വാട്ടറിനേക്കാളും ഉള്ളത് കാണാനാണ്. ഏതൊക്കെയാ വാട്ടറിനേക്കാളും എന്ന് പറഞ്ഞാൽ 1000 എബോവ് വേണം. 1000 എബോവ് ഉള്ള എന്താ? സാച്ചുറേറ്റഡ് സോൾട്ട് വാട്ടർ, പിന്നെ ഗ്ലിസറിൻ. അത് രണ്ടും വാട്ടറിനേക്കാളും കൂടുതലാണ്. ദാറ്റ് ഈസ് സാച്ചുറേറ്റഡ് സോൾട്ട് വാട്ടർ, സോൾട്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്ലിസറിൻ ആണ് ഹയർ. പിന്നെ നമുക്ക് നോക്കാം ലെസ് ഡെൻസർ ദാൻ വാട്ടർ. അപ്പൊ 1000 കുറവ് ഏതാ? ഫസ്റ്റ് വൺ കെറോസിൻ, പിന്നെ കോക്കനട്ട് ഓയിൽ. രണ്ടും 1000 കുറവാണ്. സോ കെറോസിൻ, കോക്കനട്ട് ഓയിൽ. നമുക്ക് മോർ ഡെൻസർ ദാൻ വാട്ടർ എന്ന് പറയുന്നത് മോർ ഡെൻസർ ദാൻ വാട്ടർ ആണ് സാച്ചുറേറ്റഡ് സാൾട്ട് സൊല്യൂഷൻ ആൻഡ് ഗ്ലിസറിൻ.
more denser than water ആണ് saturated salt solution and glycerin, and less denser than water ആണ് kerosene and coconut oil. more denserും less denserും ആണ് നമ്മളിപ്പോ എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് റിലേറ്റീവ് ഡെൻസിറ്റിയിലേക്ക് പോകാം. Okay, relative density. The density of water is 1000 kg per meter cube നമ്മൾ പറഞ്ഞു. In scientific studies, there are instances where density of substance are often compared with density of water. അതായത് ചില കേസിൽ നമ്മൾ ഡെൻസിറ്റി ചില സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റി വാട്ടറുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പറയാറുണ്ട്. സോ അതാണ് റിലേറ്റീവ് ഡെൻസിറ്റി. അപ്പൊ റിലേറ്റീവ് ഡെൻസിറ്റിന്റെ നമുക്ക് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇതാണ്. The relative density of a substance indicates how many times the density of substance is to the density of water. റിലേറ്റീവ് ഡെൻസിറ്റി എന്താ പറയുന്നത് എന്ന് വെച്ചാല് എത്ര ടൈംസ് ആണ് ആ സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റി വാട്ടറിനെ അപേക്ഷിച്ച് എത്ര ടൈംസ് ആണ് എന്നുള്ളതാണ് റിലേറ്റീവ് ഡെൻസിറ്റി. ഇതാണ് ഡെൻസിറ്റിന്റെ ഡെഫിനിഷൻ. അഥവാ അത് എഴുതാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതുക. ദ റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് ദ റേഷ്യോ ഓഫ് the relative density is the ratio of density of substance and density of water അതായത് ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസിന്റെയും ഡെൻസിറ്റി ഓഫ് വാട്ടറിന്റെയും ഒരു റേഷ്യോ ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അതാണ് ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഇത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, പ്രോബ്ലം വരാറുണ്ട്. റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് substance by density of water. ഓക്കെ, ഇനി പറയുന്നത് ഇത് രണ്ടും റേഷ്യോ അല്ലേ. റേഷ്യോ എന്ന് പറയുമ്പോൾ അതായത് ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് എന്തായിരിക്കും? ഡെൻസിറ്റിന്റെ യൂണിറ്റ് ആയിരിക്കും കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഡെൻസിറ്റി ഓഫ് വാട്ടറിന്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അല്ലേ. മുകളിലും താഴെ സെയിം വന്നാൽ എന്താവും? കട്ടായി പോവില്ലേ? അപ്പൊ ഈ ഡെൻസിറ്റിക്ക് യൂണിറ്റ് ഇല്ല. റിലേറ്റീവ് ഡെൻസിറ്റിക്കല്ല, റിലേറ്റീവ് ഡെൻസിറ്റിക്ക് യൂണിറ്റ് ഇല്ല. കാരണം ഡെൻസിറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് ഡെൻസിറ്റിന്റെ യൂണിറ്റ്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് വരും, ഡെൻസിറ്റി ഓഫ് വാട്ടറും കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് വരും. അപ്പൊ രണ്ടും ക്യാൻസൽ ആവും. കാരണം അത് രണ്ടും റേഷ്യോ. ഡെൻസിറ്റിന്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ മുകളിലും ഡെൻസിറ്റിയാണ് താഴെയും ഡെൻസിറ്റിയാണ്. സോ അത് ക്യാൻസൽ ആവും. അപ്പൊ റിലേറ്റീവ് ഡെൻസിറ്റി ഹാസ് നോ യൂണിറ്റ്. റിലേറ്റീവ് ഡെൻസിറ്റിക്ക് യൂണിറ്റ് ഇല്ല. ഓക്കെ, റിലേറ്റീവ് ഡെൻസിറ്റിക്ക് യൂണിറ്റ് ഇല്ല. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മളോടൊരു പ്രോബ്ലം തന്നു എന്ന് വിചാരിച്ചു. ഡെൻസിറ്റി കാണാനുള്ള ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കാണുക എന്നുള്ളത് നമുക്കിപ്പോ ഇക്വേഷൻ അറിയാം. റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. സോ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻ ആണിത്. ഡെൻസിറ്റി ഓഫ് വാട്ടർ ആൻഡ് കെറോസിൻ ആർ 1000 kilogram per meter cube and 810 kilogram per meter cube. ഓക്കെ, റെസ്പെക്റ്റീവ്ലി. അങ്ങനെയാണെങ്കിൽ അതിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി എത്രയാണ് എന്നുള്ളതാണ്. സോ ഡെൻസിറ്റി ഓഫ് കെറോസിൻ അല്ലേ ഇവിടുത്തെ സബ്സ്റ്റൻസ്. സോ ഡെൻസിറ്റി ഓഫ് കെറോസിൻ ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഡെൻസിറ്റി ഓഫ് കെറോസിൻ 810, വാട്ടർ എത്രയാ? 1000. രണ്ടും കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഇത് രണ്ടും കട്ടായി പോവും. ദെൻ 810 by 1000 എന്ന് പറഞ്ഞാൽ 0.810.
അപ്പൊ നമ്മളെന്താ യൂണിറ്റ് ഇല്ല, 0.810 ആണ് റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് കറോസിൻ. നോട്ട് ദാറ്റ് റിലേറ്റീവ് ഡെൻസിറ്റി ഹാസ് യൂണിറ്റ്. നമ്മൾ പറഞ്ഞു റിലേറ്റീവ് ഡെൻസിറ്റിക്ക് എന്തില്ല, യൂണിറ്റ് ഇല്ല. ഓക്കെ, അടുത്തതാണ് നമുക്ക് പ്രോബ്ലം. ഓക്കെ, നോക്കാം. ദ ഡെൻസിറ്റി ഓഫ് കോപ്പർ ഈസ് 8900 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. വാട്ട് ഈസ് ദ റിലേറ്റീവ് ഡെൻസിറ്റി? അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം എഴുതുക റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു, നമ്മളോട് ചോദിച്ച കോപ്പർ അല്ലേ, സോ ഡെൻസിറ്റി ഓഫ് കോപ്പർ by density of water that is equal to കോപ്പറിന്റെ അകത്ത് തന്നിട്ടുണ്ട് 8900 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. വാട്ടറിനെ നമുക്കറിയാം 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. യൂണിറ്റ് കട്ടായി പോയി 89/10 പറയുമ്പോൾ 8.9 വരും. ദാറ്റ് ഈസ് 8.9 ആണ് വരുന്നത്. റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് കോപ്പർ എന്ന് പറയുന്നത് 8.9 ആണ്. യൂണിറ്റ് ഇല്ല, റിലേറ്റീവ് ഡെൻസിറ്റിക്ക് യൂണിറ്റ് ഇല്ല. അത് നെക്സ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഡെൻസിറ്റി ഓഫ് മെർക്കുറി ഇഫ് ഇറ്റ്സ് റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് 13.6. ഇത് തിരിച്ചാണ്, റിലേറ്റീവ് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോട് എന്താ പറയുന്നത്, നമുക്ക് എഴുതാം റിലേറ്റീവ് ഡെൻസിറ്റി equal to density of mercury. Hg ആണ് കൊടുത്തിട്ടുള്ളത്, സിംബലാ കൊടുത്തു. ആൻഡ് ഡെൻസിറ്റി ഓഫ് വാട്ടർ, നമുക്ക് കാണേണ്ടത് എന്താ, വാട്ട് ഈസ് ദ ഡെൻസിറ്റി ഓഫ് മെർക്കുറി അല്ലേ കാണേണ്ടത്. മെർക്കുറി കാണണമെങ്കിൽ നമ്മൾ ഇത് രണ്ട് ഇൻറ്റു ചെയ്യാണ് ചെയ്യേണ്ടത്. അതായത് അപ്പൊ നമ്മൾ ഇക്വേഷൻ എന്തായി മാറുന്നു നോക്കാം. റിലേറ്റീവ് ഡെൻസിറ്റി എന്താവും, നമുക്ക് ഇതല്ലേ കാണേണ്ടത്. ഇത് ഇവിടെ വെച്ചിട്ട് ഇതിന് ഇങ്ങോട്ടേക്ക് ഈക്വൽ ടു ഇപ്പുറം കൊണ്ടുവരിക ചെയ്യാം. അപ്പൊ ഡിവൈഡഡ് ബൈ വരും, ഈക്വൽ ടു ഇപ്പുറം വരുമ്പോ എന്താവും, ഇൻറ്റു ആവും. അപ്പൊ ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ, ഡെൻസിറ്റി ഓഫ് മെർക്കുറി. അപ്പൊ നമുക്ക് എന്തൊക്കെ അറിയാം, തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തെഴുതണേ. ഞാനിപ്പോ എഴുതുന്നില്ല എന്നുള്ളൂ, എക്സാമിന് പ്രോബ്ലം ചോദിച്ചാല്. അപ്പൊ തന്നിട്ടുള്ളത് എന്താ, ഡെൻസിറ്റി ഓഫ് മെർക്കുറി ആണ് കാണേണ്ടത്. അപ്പൊ തന്നിട്ടുള്ള റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് മെർക്കുറി ഈക്വൽ ടു 13.6. പിന്നെ നിങ്ങൾക്കറിയാം വാട്ടറിന്റെ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു 1000 കിലോഗ്രാം മീറ്റർ ക്യൂബ്. അത് എടുത്തെഴുതണം. ഓക്കെ, അപ്പൊ റിലേറ്റീവ് ഡെൻസിറ്റിക്ക് യൂണിറ്റ് ഇല്ല, 13.6 ഇൻറ്റു നമുക്കറിയാം വാട്ടറിന്റെ 1000 എന്താണ്, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പൊ എന്താവും, നമ്മള് എന്താ 13.6നെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 13,600 യൂണിറ്റ് ഇല്ലേ, ഡെൻസിറ്റി അല്ലേ ചോദിച്ചത്. റിലേറ്റീവ് ഡെൻസിറ്റിക്കാണ് യൂണിറ്റ് ഇല്ലാത്തത്, ഡെൻസിറ്റിക്ക് യൂണിറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി 13,600 ആണ് ഡെൻസിറ്റി ഓഫ് മെർക്കുറി എന്ന് പറയുന്നത്. മെർക്കുറിയുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 13.600 കിലോഗ്രാം മീറ്റർ ക്യൂബ് ആണ് എന്നാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. എന്തായാലും പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ പ്രോബ്ലത്തിൽ എന്തായിട്ടും ഉണ്ടായിരിക്കണം. അതിനുശേഷം തന്നിട്ടുള്ള ടേംസ് എടുത്തെഴുതണം. കൺവേർഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കണം. ഓക്കെ, ക്ലിയർ ആയോ, പ്രോബ്ലം ക്ലിയർ ആയോ? ഇത്രയാണ് റിലേറ്റീവ് ഡെൻസിറ്റിയിൽ പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഒരു ചെറിയ ഭാഗം, ഡിവൈസസ് ദാറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. ഫ്ലോട്ടേഷന്റെ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഡിവൈസുകൾ. ഓക്കെ, ഫ്ലോട്ടേഷന്റെ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഡിവൈസുകൾ. പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ ഓർമ്മ ഉണ്ടോ? പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡിസ്പ്ലേസ് ചെയ്ത വാട്ടറിന്റെ എമൗണ്ട് എന്ന് പറയുന്നത്
ആ ഫ്ലോട്ട് ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ വെയിറ്റിന് തുല്യമായിരിക്കും. ദാറ്റ് ഈസ് when an object is floating in a water, then the water displaced by that object is equal to the weight of the object. Okay, അതാണ് ഫ്ലോട്ടേഷൻ പ്രിൻസിപ്പിൾ. അത് ഓർത്ത് വെക്കണം. അത് ബേസ് ചെയ്തിട്ട് ഉള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഇപ്പൊ പറയുന്നത്. ദാറ്റ് ഈസ് ഹൈഡ്രോമീറ്റർ. ഹൈഡ്രോമീറ്റർ ആണ്. അപ്പൊ ഹൈഡ്രോമീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നിങ്ങളോട് ചോദിക്കും. ഹൈഡ്രോമീറ്റർ ഈസ് ദ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്. റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഹൈഡ്രോമീറ്റർ. നിങ്ങളോട് ചിലപ്പോൾ തിരിച്ചു ക്വസ്റ്റ്യൻ ചോദിക്കാം. റിലേറ്റീവ് ഡെൻസിറ്റി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റിന്റെ പേര് ചോദിക്കാം, വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രോമീറ്റർ അല്ലെ ഹൈഡ്രോമീറ്റർ എന്താണെന്ന് ചോദിക്കാം. അപ്പൊ ഹൈഡ്രോമീറ്റർ ഈസ് ദ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു മെഷർ എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി. അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം മാർക്കിന് ഹൈഡ്രോമീറ്ററിനെ പറ്റി എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് എഴുതണോ? ഇറ്റ് ഈസ് ദ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് എഴുതുക, ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്സ് എന്ന് എഴുതുക. പിന്നെ ഇറ്റ് വർക്ക്സ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. അത് വർക്ക് ചെയ്യുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷന്റെ ബേസിലാണ് എന്നുള്ളത് കൂടെ എഴുതിയാൽ നന്നായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ കണ്ടോ, ഇതാണ് ഹൈഡ്രോമീറ്റർ. ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ഇതാണ്. ഇതുകൊണ്ട് നമുക്ക് എങ്ങനെയാ അത് നോക്കാം. ഓക്കെ, റിലേറ്റീവ് ഡെൻസിറ്റി വാല്യൂ കാലിബ്രേറ്റഡ് ഓൺ ഹൈഡ്രോമീറ്റർ ഇൻക്രീസസ് ആസ് ഇറ്റ് goes down. Okay, therefore the relative density of liquid in which the hydrometer sink lesser will be higher. ഓക്കെ, അത് കൺഫ്യൂസിങ് ആയി തോന്നുന്നുണ്ടോ? അതൊന്ന് ഈ പിക്ചർ വെച്ചിട്ട് പറഞ്ഞുതരാം. അവിടെ പറയുന്നത് ഹൈഡ്രോമീറ്റർ ഇൻക്രീസസ് ആസ് ഇറ്റ് ഗോസ് ഡൗൺ. അതായത് ഇവിടെയാണ് 1. ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഈ വാല്യൂ കാണുന്നുണ്ടോ? 1.100, 1.110, 1.116, 1.090, 1.706 ഇങ്ങനെയാണ് വാല്യൂ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ പറഞ്ഞത് എന്താ? ഹൈഡ്രോമീറ്റർ ഇൻക്രീസസ് ആസ് ഇറ്റ് ഗോ ഡൗൺ. താഴേക്ക് പോകുന്നതിനനുസരിച്ചല്ലേ ഇത് ഇൻക്രീസ് ചെയ്യുന്നത്. 1.10, 1.11, 1.116 താഴേക്ക് പോകുന്നതിനനുസരിച്ചല്ലേ അത് ഇൻക്രീസ് ചെയ്യുന്നത്. അതാ പറഞ്ഞ hydrometer increases as it goes down. Therefore, relative density of liquid in which hydrometer sink is lesser. അവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല് ഹൈഡ്രോമീറ്റർ സിങ്ക് ചെയ്യുന്ന ലിക്വിഡ്. Therefore, relative density of liquid in which hydrometer sink is lesser and will be higher. അതെന്താന്ന് വെച്ചാല് ഈ ഒരു ഹൈഡ്രോമീറ്റർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ലിക്വിഡില് വെക്കുകയാണ് ചെയ്യുക. ലിക്വിഡിൽ വെക്കുമ്പോൾ ഇത് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ പ്രകാരമല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ഹൈഡ്രോമീറ്റർ എന്താവും എന്ന് വെച്ചാൽ സിങ്ക് ചെയ്യും, ചിലതിൽ അതെന്താ ഫ്ലോട്ട് ചെയ്യും. ഇപ്പൊ ഒരു ലിക്വിഡിൽ നമ്മൾ ഇവിടെ ഒരു ലിക്വിഡ് ഉണ്ട്. ഈ ലിക്വിഡിൽ ഞാൻ ഈ ഹൈഡ്രോമീറ്റർ വെച്ച് ഇതിൽ ഞാൻ ഇത്രയാണ് ഇത് സിങ്ക് ചെയ്തിട്ടുള്ളൂ, കുറച്ചേ സിങ്ക് ചെയ്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. കുറച്ചേ സിങ്ക് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗമായിരിക്കും സിങ്ക് ചെയ്തത് എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ വാല്യൂ എന്താണ്? 1.110. അതാ പറഞ്ഞത് ലെസ്സർ സിങ്ക് ചെയ്യുന്നത്, ലെസ്സർ ആയിട്ട് താഴ്ന്നു നിൽക്കുന്നത്, ലെസ്സർ സിങ്ക് ചെയ്യുന്നത് വാല്യൂ എന്താണ്? ഹയർ ആണ്. ഇവിടെ ഇത്തിരി സിങ്ക് ചെയ്തപ്പോ എനിക്ക് 1.110 ആണ് കിട്ടിയിട്ടുള്ളത്. മനസ്സിലായോ? അതേ സ്ഥാനത്ത് ഈ ഹൈഡ്രോമീറ്റർ കുറച്ചധികം സിങ്ക് ചെയ്ത്. അപ്പൊ എനിക്ക് വാല്യൂ കറസ്പോണ്ടിങ് ടു ഇവിടെയാണ് കിട്ടുന്നത് എന്ന് വിചാരിച്ചു. ഇത്രയും സിങ്ക് ചെയ്ത് ആദ്യം ഇത്രയാണ് സിങ്ക് ചെയ്തിട്ടുള്ളത്.
പിന്നെ നെക്സ്റ്റ് ഞാൻ നോക്കിയപ്പോ ഇത്രയും സിങ്ക് ചെയ്ത്, കുറച്ചധികം ഇത്രയും ഭാഗമല്ലേ, ഇതിന്റെ ഇത്രയും ഭാഗം സിങ്ക് ചെയ്ത്, അത്രയും ഭാഗം സിങ്ക് ചെയ്ത സമയത്ത് അതിന്റെ വാല്യൂ എനിക്ക് കിട്ടിയത് 1.076 ആ. അത് കുറവല്ലേ? അത് എന്ന് പറയുന്നത് കുറവായിരിക്കും. അതായത് ഇതിപ്പോ സപ്പോസ് ഹൈഡ്രോമീറ്റർ ആണ്, ഇത് കുറച്ച് സിങ്ക് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ ഹയർ ആണ്, താഴെയാണ് ഹയർ വാല്യൂ ഉള്ളത്. തന്നെ ഇത് കൂടുതൽ സിങ്ക് ചെയ്തു, എനിക്ക് കിട്ടിയ റിലേറ്റീവ് ഡെൻസിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് കുറവായിരിക്കും. മുകളിലോട്ട് പോകും തോറും എന്താണ്, ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. താഴോട്ട് വരുന്നത് തോറും എന്താണ്, ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് വാല്യൂ. അപ്പൊ കുറച്ച് സിങ്ക് ചെയ്യുമ്പോഴാണ് റിലേറ്റീവ് ഡെൻസിറ്റിന്റെ വാല്യൂ ഹയർ കിട്ടുക. ആൻഡ് കൂടുതൽ സിങ്ക് ചെയ്യുന്ന സമയത്ത് റിലേറ്റീവ് ഡെൻസിറ്റിന്റെ വാല്യൂ ലെസ്സർ ആയിരിക്കും. അത്രയേ ഉള്ളൂ. ഓക്കെ, ഈ പിക്ചർ വെച്ചിട്ട് നോക്കിയാൽ മതി. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ നമുക്ക് അടുത്ത് പറയാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ലാക്ടോമീറ്റർ. ഓക്കെ, Lactometer is a device used to measure the relative density of milk. മിൽക്കിലുള്ള റിലേറ്റീവ് ഡെൻസിറ്റി മെഷർ ചെയ്യുന്ന ഡിവൈസ് ആണ് ലാക്ടോമീറ്റർ. ലാക്ടോമീറ്റർ എന്ന് പറയുന്നത് മിൽക്കിലുള്ള റിലേറ്റീവ് ഡെൻസിറ്റി മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. അതേ സ്ഥാനത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈഡ്രോമീറ്റർ എന്ന് പറഞ്ഞാല് ലിക്വിഡ്സിലുള്ള റിലേറ്റീവ് ഡെൻസിറ്റി മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. ലാക്ടോമീറ്റർ മിൽക്കിൽ മാത്രം. ബേസിക്കലി ഇറ്റ് ഈസ് എ ഹൈഡ്രോമീറ്റർ. ബേസിക്കലി എന്താണ് ലാക്ടോമീറ്റർ എന്ന് പറയുന്നത്? ഹൈഡ്രോമീറ്റർ. മിൽക്ക് ഒരു ലിക്വിഡ് അല്ലേ, അതിലെ റിലേറ്റീവ് ഡെൻസിറ്റി അല്ലേ നോക്കുന്നത്. മിൽക്ക് മാത്രം വരുമ്പോൾ നമ്മൾ ലാക്ടോമീറ്റർ എന്ന് പറയും. ഇതാണ് ലാക്ടോമീറ്ററിന്റെ പിക്ചർ. സിമിലർ ആണ്, സിമിലർ സാധനമാണ് നമ്മളെ എന്താണ് ഹൈഡ്രോമീറ്ററിന് സിമിലർ ആണ്. ഇനി പറയുന്നതാണ്, ഡോണ്ട് യു നോ that it is a crime to sell adulterated milk? How will you know that water is adult milk? Adulterated milk എന്ന് പറഞ്ഞാൽ എന്താ? മിൽക്കിൽ വാട്ടർ ആഡ് ചെയ്യൂലേ? ചില ആള് ലാഭത്തിന് വേണ്ടിയിട്ട് മിൽക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വാട്ടർ ആഡ് ചെയ്യുന്നത് തെറ്റാണ്, അഡൾട്രേഷൻ ആണ് സംഭവം. മിൽക്കിൽ മായം ചേർക്കുന്നതാണ് വെള്ളം ആഡ് ചെയ്യുന്ന സമയത്ത്. അപ്പം അത് കുറ്റകരമാണ്. അപ്പൊ അതൊരു ക്രൈം തന്നെയാണ്. അപ്പൊ ആ ക്രൈം നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അവര് വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കും? അത് മനസ്സിലാക്കാൻ നമുക്ക് സഹായിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? ലാക്ടോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ലാക്ടോമീറ്റർ കൊടുത്തിട്ടുണ്ട്, ലാക്ടോമീറ്ററിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് ഈസിലി ചെക്ക് അഡൾട്രേഷൻ ഇൻ മിൽക്ക് അറ്റ് ഹോം. നമ്മളെ വീട്ടിൽ ലാക്ടോമീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് അഡൾട്രേഷൻ മനസ്സിലാക്കാൻ പറ്റും. അതിപ്പോ ഇവിടെ കണ്ടോ, ഈ ഒരു ഏരിയയിലാണ് നമ്മളെ റീഡിങ് വരുന്നതെങ്കിൽ അവിടെ അഡൾട്രേഷൻ നടന്നിട്ടില്ല. നമ്മൾ ഇത് മിൽക്കില് വെച്ച് നോക്കുമ്പം നമുക്ക് റീഡിങ് ഈ ഒരു റീജിയനിലാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ എന്താ, 100% മിൽക്കാണ്. അത് മുകളിലേക്ക് വരുന്നതിനനുസരിച്ച് എന്താ, മിൽക്കിന്റെ കണ്ടന്റ് കുറയും, വാട്ടറിന്റെ കണ്ടന്റ് കൂടുക. ഈ ഒരു പിങ്ക് കളർ റീജിയനിലാണ് വരുന്നതെങ്കിൽ 25% വാട്ടർ ഉണ്ട്, 75% മിൽക്കാണ്. പിന്നെ ബ്ലൂ കളറിലേക്കൊക്കെ വരുമ്പോൾ 75% വാട്ടർ ആണ്, മിൽക്ക് പിന്നെ 25 ആയി കുറയുന്നുണ്ട്. ഏറ്റവും മുകളിലെത്തുമ്പോ എന്താണ്, 100% വാട്ടറാ, മിൽക്ക് ഇല്ലാതാവുന്നുണ്ട്. അപ്പൊ ഈ ലാക്ടോമീറ്റർ വെച്ചിട്ട് നമുക്ക് മിൽക്കിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി മെഷർ ചെയ്യാം. അതുപോലെ മിൽക്കിലുള്ള അഡൾട്രേഷൻ, മായം ചേർത്തിട്ടുണ്ടോ എന്നുള്ളതും മെഷർ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ദ റീഡിംഗ് will the reading be same if lactometer is placed in pure milk and water added milk? വാട്ടർ ആഡ് ചെയ്ത മിൽക്കിലും പ്യുവർ മിൽക്കിലും റീഡിങ് സെയിം ആയിരിക്കുമോ? ആയിരിക്കൂല. കാരണം വാട്ടർ ആഡ് ചെയ്യാത്ത മിൽക്കില് ഇവിടെ താഴെയാണ് വരുന്നത്, അതേ സ്ഥാനത്ത് വാട്ടർ ആഡ് ചെയ്ത മിൽക്കിലേക്ക് അത് ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. അത് സെയിം ആയിരിക്കില്ല. സെയിം ആയാൽ നമുക്ക് അഡൾട്രേഷൻ കണ്ടെത്താൻ പറ്റില്ല. സെയിം അല്ലെങ്കിലാണ് നമ്മൾ എന്ത് ഇതുകൊണ്ട് യൂസ് ഉള്ളൂ, നമുക്ക് അഡൾട്രേഷൻ കണ്ടെത്താൻ പറ്റും. സെയിം ആയിരിക്കൂല. It is in pure milk or fat removed milk that lactometers seem more. അതായത് പ്യൂർ മിൽക്കിലാണോ ഫാറ്റ് റിമൂവ് ചെയ്ത മിൽക്കിലാണോ നമ്മളെ ലാക്ടോമീറ്റർ കൂടുതൽ സിങ്ക് ചെയ്യുക എന്നുള്ളതാ ചോദിച്ചത്. ഫാറ്റ് റിമൂവ് ചെയ്തിട്ടുള്ള മിൽക്കിലാണോ അല്ലെങ്കിൽ പ്യൂർ മിൽക്കിലാണോ നമ്മളെ ലാക്ടോമീറ്റർ കൂടുതൽ സിങ്ക് ചെയ്യുക എന്നുള്ളതാ അടുത്ത ക്വസ്റ്റ്യൻ. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ ഫാറ്റ് ഉള്ള മിൽക്കിന്റെയും പ്യുവർ മിൽക്കിന്റെ റിലേറ്റീവ് ഡെൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കും. ഓക്കെ,
ഫാറ്റ് ഉള്ള മിൽക്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി കുറവായിരിക്കും പ്യൂർ മിൽക്കിനേക്കാളും. അപ്പൊ അതിനനുസരിച്ച് അവിടെ വേരിയേഷൻ ഉണ്ടാവും. ഓക്കെ, then using lactometer how will you identify whether water is added? എങ്ങനെയാണ് നമ്മൾ ലാക്ടോമീറ്ററിൽ how will you identify whether water is added? വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? അതിന്റെ വാല്യൂ നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് പ്യൂർ മിൽക്കിന്റെ റീജിയന്ന് ഹയർ റീജിയനിലേക്കാണ്, അല്ലെങ്കിൽ കൂടുതൽ സിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചാണ് സിങ്ക് ചെയ്തിട്ടുള്ളത്, ഇത്രയാണ് സിങ്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ എന്താണ്, വാട്ടർ ആഡ് ചെയ്തിട്ടില്ല. കൂടുതൽ സിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് ഇത് ഫാറ്റ് റിമൂവ് ചെയ്ത മിൽക്കിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഫാറ്റ് റിമൂവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി എന്താവുകയാണ് ചെയ്യുന്നത്, കുറയാണെന്നുള്ളതും കൂടെ നോക്കി വെക്കണം. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അഡൾട്രേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, വാട്ടർ ആഡ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. വാട്ടർ ആഡ് ചെയ്യുന്നത് ഒരു അഡൾട്രേഷൻ ആണെന്നുള്ളതും അത് കണ്ടെത്താനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ലാക്ടോമീറ്റർ എന്നുള്ളതും നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഈ ലാക്ടോമീറ്ററിനെ പറ്റി പറയാൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് മിൽക്ക് എന്ന് പറയാം. ഇറ്റ് ഈസ് ബേസിക്കലി ഹൈഡ്രോമീറ്റർ എന്ന് പറയാം. വർക്ക്സ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറയാം. പിന്നെ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഐഡന്റിഫൈ ദ അഡൾട്രേഷൻ ഓഫ് മിൽക്ക്, അല്ലെങ്കിൽ ആഡിങ് വാട്ടർ ഇൻ ദ മിൽക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഇത്രയാണ് ലാക്ടോമീറ്ററിനെ പറ്റി പറയാനുള്ളത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിള്, ദെൻ അതിനുശേഷം നമ്മൾ പറഞ്ഞിട്ടുള്ളത് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ പറഞ്ഞു. പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷന് ശേഷം റിലേറ്റീവ് ഡെൻസിറ്റി പറഞ്ഞിട്ടുണ്ട്. റിലേറ്റീവ് ഡെൻസിറ്റി എങ്ങനെ കാണാം, എങ്ങനെ മെഷർ ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞു. അതിനുശേഷം പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷന്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന രണ്ട് ഇൻസ്ട്രുമെന്റ്സ്, ദാറ്റ് ഈസ് വൺ ഈസ് ഹൈഡ്രോമീറ്റർ ആൻഡ് ദ അതർ ഈസ് ലാക്ടോമീറ്റർ. അതിനെ പറ്റിയൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ 5th ചാപ്റ്റർ ആയിട്ടുള്ള ബോ ആൻഡ് ഫോഴ്സ് എന്നുള്ളത് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. കംപ്ലീറ്റ് കാര്യവും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇതൊരു ചെറിയ ചാപ്റ്റർ ആണ്, അതുപോലെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. എന്നാൽ ഇത് മനസ്സിലായാൽ മാത്രമേ ഈസി ആവുള്ളൂ. പുതിയ ടേമുകൾ ആണെങ്കിൽ പോലും എല്ലാം സിമ്പിളും അതുപോലെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമാണ്. സിമ്പിൾ ആയിട്ടുള്ള പാടാണ്, നല്ലോണം മനസ്സിലാക്കി പഠിക്കുക. നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററും കൂടാണ്. അപ്പൊ അത്രയേ ഉള്ളൂ. താങ്ക് യു.